എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഏറ്റവും പുതിയ എപ്പിസോഡുകളിൽ നാടകീയമായ ചില സംഭവങ്ങൾ അരങ്ങേറി. നെവിൻ, ഷാനവാസ് എന്നിവരുടെ അനുരഞ്ജനം. ഷോയുടെ 50-ാമത്തെ എപ്പിസോഡിൽ മുൻപ് നടന്ന കടുത്ത വഴക്കിന് ശേഷം നെവിനും ഷാനവാസും തമ്മിൽ അനുരഞ്ജനത്തിലായി. ഹോട്ടൽ ടാസ്കിനിടെയുണ്ടായ തർക്കം വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചിരുന്നു. എന്നാൽ ഇരുവരും തങ്ങളുടെ ഭാഗത്തുണ്ടായ തെറ്റുകൾ തുറന്നു സമ്മതിക്കുകയും പരസ്പരം ക്ഷമ ചോദിക്കുകയും ചെയ്തു. വൈകാരികമായ ഈ നിമിഷത്തിൽ മറ്റു മത്സരാർത്ഥിയായ ആദിലയും താൻ ആ വഴക്ക് ആളിക്കെത്തിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ചു. അനീഷ്, അക്ബർ എന്നിവർക്ക് അധികാരം തിരികെ ലഭിക്കുന്നു. അടുത്തിടെ വീട്ടിൽ വന്ന വൈൽഡ് കാർഡ് എൻട്രികൾ കാരണം തങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ട 2 മത്സരാർത്ഥികളാണ് അനീഷും അക്ബറും. എന്നാൽ പുതിയ ടാസ്കുകളിലൂടെ അവർക്ക് അത് തിരികെ ലഭിച്ചു. ഓർമ്മശക്തിയെക്കുറിച്ചുള്ള ടാസ്കിൽ വിജയിച്ച അക്ബറിന് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാനുള്ള അവകാശം തിരികെ കിട്ടി. അതുപോലെ ഒരു പൊതുവിജ്ഞാന ക്വിസ് ടാസ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അനീഷിന്റെ നോമിനേഷൻ അധികാരം ബിഗ് ബോസ് തിരികെ നൽകി. ഓനിയൽ സാബുവിനെതിരെയുള്ള ആരോപണം. മറ്റൊരു പ്രധാന സംഭവം ഓനിയൽ സാബുവിനെതിരെ ലക്ഷ്മി ഉന്നയിച്ച മോശം സ്പർശം എന്ന ആരോപണമായിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ മോഹൻലാൽ വ്യക്തമായ നിലപാടെടുക്കുകയും സംശയം തോന്നിയ ഒരു നിമിഷത്തിന്റെ വീഡിയോ ഫുട്ടേജ് കാണിക്കുകയും ചെയ്തു. ഇത് മനഃപൂർവ്വമല്ല, അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് വ്യക്തമായതോടെ ഓനിയൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. ലക്ഷ്മി തന്റെ തെറ്റ് സമ്മതിക്കുകയും ഓനിയലിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു.